കുമാർ, എനിക്ക് താങ്കളോട് മാത്രമേ ചോദ്യമുള്ളൂ. സീന പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകും, ഇനിയും മനുഷ്യർ മരിക്കില്ല എന്ന് പറയാൻ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് പറ്റുമോ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. പ്രശ്നമുണ്ട്. അല്ലല്ല ഷാനി, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ ഇതിലെന്തോ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് തോന്നും. കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. സ്ഫോടനങ്ങളുടെ ഇതുപോലെ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ മരിച്ചവരുടെയും ബോംബ് പൊട്ടി നിരപരാധികൾ മരിച്ചതിന്റെയും ഒക്കെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. വലിയ ലിസ്റ്റാണ്. BJP പ്രവർത്തകർ ബോംബ് പൊട്ടി പരിക്കേറ്റ, കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ ബോംബ് പൊട്ടിയ കേസിൽ എവിടെ നിന്ന് ഈ ബോംബ് വന്നു, ആരാണ് ബോംബ് ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചത് എന്ന് ഇടത് സർക്കാരിന്റെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് എവിടുന്നാണ് ബോംബ് ഈ പാത്രം കിട്ടുകയെന്ന് നമുക്ക് വിവരമില്ല. അവിടെ അദ്ദേഹം തുറക്കുന്നു. അപ്പൊ തൊട്ടടുത്തതാണോ അദ്ദേഹം പെറുക്കുന്ന ആരും കണ്ടിട്ടില്ല. എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. തേങ്ങ പെറുക്കുന്നതിനിടയിൽ കിട്ടിയതാണ് എന്നാണ് പോലീസ് പറയുന്നത്. വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് കൂടുതൽ നന്നായി അറിയാവുന്നത് താങ്കൾക്കായിരിക്കും. ഒരു സ്ത്രീ വന്ന് കേരളത്തിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾക്ക് പുല്ല് വെട്ടുന്നതിനിടയിലും ഞങ്ങളുടെ കുട്ടികൾ കളിക്കുന്നതിനിടയിലും ബോംബ് പൊട്ടി മരിക്കരുത്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.